നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിലും ജലജ അടുത്ത് ആദർശിന് ആ ഡീല് കിട്ടിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണെങ്കിലും നമ്മൾ ജലജ ഓടി വന്ന് നവ്യയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശിന് ആ ഡീല് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ നവ്യയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജലജ പറയുന്നുണ്ട്, എന്തായാലും ജയശ്രീ ലാളിതനായിട്ട് അവൻ ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവരും ആഘോഷിക്കാനൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു എല്ലാവരും. എന്തായാലും ഇനിയിപ്പോൾ അവരൊക്കെ കരയുന്നത് നമുക്ക് കാണാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആരും അറിയാതെ നമുക്കിതൊക്കെ ഒന്ന് ആഘോഷിക്കണമെന്നൊക്കെ ജലജയാണെങ്കിൽ നവ്യയുടെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ നേരെയാണെങ്കിൽ ദേവയാനി അടുത്തും നയനി അടുത്തും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യ എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശനാണെങ്കിൽ ആ ഡീല് നമുക്ക് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ആ ഡീല് നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ദേവയാനി പറയുന്നുണ്ട്, ആ ഡീല് നമുക്ക് കിട്ടരുതെന്നല്ലേ നിനക്കും നിൻ്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിലും നിൻ്റെ ഭർത്താവിനാണെങ്കിലും അത് ഡീല് കിട്ടാതിരിക്കുന്നതല്ലേ നിങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളത് നവ്യാണെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പം ആ ഡീല് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങളെയും കാട്ടി കൂടുതൽ അമ്മായിയും ഇവളും ഒക്കെ പ്രാർത്ഥിച്ചില്ലേ, അപ്പോൾ ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കാതിരിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ദേവയാനിയും നയനയാണെങ്കിൽ നേരെ ചെന്ന് ജയൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഡീലിൻ്റെ കാര്യമൊക്കെ. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, ആ ഡീല് നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന ദേവയാനിയും നയനയാണെങ്കിൽ ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.